Hello, welcome to Eliza'S Cuisine. എല്ലാവർക്കും Eliza'S Cuisineലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്ന ഒരു സൗത്ത് ഇന്ത്യൻ സ്നാക്കാണ്, ഒരു ഹെൽത്തി സ്നാക്കാണ്. ഗോതമ്പ് കൊണ്ട് നല്ല ചക്കട ഉണ്ടാക്കാൻ പോവുകയാണ്. ഇതിന് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. ആദ്യം നമുക്ക് ചക്ക വേണം, വേവിച്ച് ചക്ക, പിന്നെ ഒരു തേങ്ങ ചിരകിയത്, ഒരു 5-6 പീസ് ഓഫ് ശർക്കര വേണം. ഇവിടെ കുറച്ച് വലിയ ശർക്കര പീസാണ് കിട്ടുന്നത്, നിങ്ങളുടെ ആവശ്യത്തിന് യൂസ് ചെയ്യാം. പിന്നെ ഗോതമ്പ് പൊടിയാണ്, ഇതിനകത്ത് പിഞ്ച് ഓഫ് സോൾട്ട് വേണം നമുക്ക്. പിന്നെ കുറച്ച് ഏലക്കാപ്പൊടിയും കൂടി മിക്സ് ചെയ്തു. അത് രണ്ടും ഇട്ടതിന് ശേഷം നന്നായി മിക്സ് ചെയ്യുക. അത് കഴിഞ്ഞ് ഈ ചക്ക വേവിക്കുമ്പോൾ എനിക്ക് കുറച്ച് ജ്യൂസ് കിട്ടിയായിരുന്നു ചക്കയുടെ. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ആട്ടയ്ക്കകത്ത് ചക്കയുടെ ജ്യൂസ് ഒഴിച്ച് നന്നായി മിക്സ് ചെയ്തു എല്ലാവിടെയും, ജസ്റ്റ് ഒരു നനവ് കിട്ടാൻ. അത് കഴിഞ്ഞ് നമുക്ക് കുറച്ചായിട്ട് ഈ ചക്ക നമ്മൾ നന്നായി മിക്സിക്കകത്ത് ഗ്രൈൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ചക്ക നമുക്ക് കുറേശ്ശെയായി മിക്സ് ചെയ്തിട്ട് വേണം നമുക്ക് ഈ ഡോ ഉണ്ടാക്കാൻ. നമ്മളത് ചക്ക കുറേശ്ശെയായിട്ട് യൂസ് ചെയ്യുന്നു, മിക്സ് ചെയ്യുന്നു. എല്ലാവിടെയും നന്നായിട്ട് മിക്സ് ആവണം, കട്ട പോലെയൊന്നും ഇരിക്കാൻ പാടില്ല. വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല നമുക്ക്. ഞാൻ ഒരു 10-15 ചുള ചക്ക എടുത്തായിരുന്നു. നന്നായിട്ടങ്ങ് മിക്സ് ചെയ്യണേ. വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല, വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ വേറെ ടേസ്റ്റാവും. പിന്നെ പഞ്ചസാരയുടെ ഒട്ടും ആവശ്യമില്ല. നല്ല മധുരമുള്ള ചക്കയായിരുന്നു ഈ പ്രാവശ്യം ഞങ്ങൾക്ക് ഇവിടെ കിട്ടിയത്, ചിലപ്പോഴൊക്കെ കിട്ടാറുള്ളൂ. നന്നായി മിക്സ് ചെയ്യുക. ഒരു ലേശം ഒരു 1 സ്പൂണോളം ഗീ യൂസ് ചെയ്ത് നമുക്കൊന്ന് ലാസ്റ്റ് നന്നായി കുഴച്ചെടുക്കാം. ഒരു മയം കിട്ടാൻ നന്നായിരിക്കും. ഇനി നമ്മൾ ഒരു പാർച്ച്മെൻറ്റ് പേപ്പർ എടുക്കുവാണ്. ഇവിടെ ഞങ്ങൾക്ക് ശരിക്കും പറയുകയാണെങ്കിൽ വാഴയില അത്ര ഈസിലി കിട്ടില്ല. അപ്പോൾ അതുമേ ഒരു ലേശം നെയ്യോ എണ്ണയോ എന്തെങ്കിലും ഒന്ന് സ്പ്രെഡ് ചെയ്യുക. നമ്മൾ ഈ ഒരു റോള് ചക്കട എടുത്ത് അത് നന്നായി കനം കുറഞ്ഞിട്ടങ്ങ് പരത്തണം. നന്നായി കനം കുറഞ്ഞിരിക്കണം, കട്ടിയിലിരിക്കുമ്പോൾ നമുക്ക് ആ സ്വാദ് കിട്ടില്ല. നന്നായി കനം കുറഞ്ഞ് പരത്തിയെടുക്കാൻ നോക്കണം. നല്ല എളുപ്പമാണ്. ഞാനിത് 1-2 പ്രാവശ്യം ഉണ്ടാക്കിയിട്ടുണ്ട്, കാരണം ഇവിടെ വാഴയില കിട്ടാത്തതുകൊണ്ട് ഈ ട്രൈ ചെയ്തപ്പോൾ ഇറ്റ് വാസ് റിയലി വെരി നൈസ്. സോ നമ്മൾ ഇതിമേ ഉണ്ടാക്കാമെന്ന് ഓർത്തു മാത്രം. ഈസിലി അവൈലബിൾ ആണ്. ഇപ്പോൾ മാർക്കറ്റിനകത്ത് നമുക്ക് എവിടെയും ഈ പാർച്ച്മെൻറ്റ് പേപ്പർ കിട്ടും. നന്നായി പരത്തിയിട്ട് നമുക്ക് അതിനകത്ത് ഫില്ലിംഗ് ആയിട്ട് കുറച്ച് തേങ്ങ ഇടാം. ഒരു സ്പൂൺ, ഒരു 1-1.5 സ്പൂൺ ഇടാം, നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഇടാം. അത് കഴിഞ്ഞ് ഒരു 1/2 സ്പൂൺ നമുക്ക് ശർക്കര ഇടാം. അത് നിങ്ങളുടെ ഇഷ്ടം പോലെയാണ്. ഇപ്പോൾ ഡയബറ്റിക് പേഷ്യൻറ്റോ ആണെങ്കിൽ നമുക്ക് ഈ ശർക്കര അവോയ്ഡ് ചെയ്യാം. അത് കഴിഞ്ഞ് ഞങ്ങൾ ഒരു സ്പൂൺ ആ ചക്കയുടെ ആ പൾപ്പ്, അരച്ച് വെച്ച പൾപ്പിട്ടുണ്ട്. ശരിക്കും ഫസ്റ്റ് ടൈമാണ് ഞാനിങ്ങനെ ട്രൈ ചെയ്യുന്നത്, പക്ഷെ നല്ല ടേസ്റ്റി ആയിരുന്നു. അത് നമ്മൾ കഴിക്കാൻ നേരത്ത് നമുക്ക് അതിൻ്റെ ടേസ്റ്റ് അറിയാം. ആ പൾപ്പ് നമുക്ക് കിട്ടുമ്പോൾ ജെല്ലി ഒരു ടേസ്റ്റാണ്, നല്ല രസമാണ്. ഇഡ്ഡലി ചപ്പയിൽ നമ്മളിത് ആവി കൊടുക്കുന്നു. നമ്മൾ സാധാരണ ഇഡ്ഡലിയൊക്കെ ആവി കൊടുക്കുന്ന പോലെ ഒരു 15 മിനിറ്റ് ഇതിനകത്ത് വെച്ച് ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിനകത്ത് വെച്ച് നമുക്കൊരു 15 മിനിറ്റ്സ് ഇത് സ്റ്റീം ചെയ്യണം. 15 മിനിറ്റ്സ് സ്റ്റീം ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നല്ല ടേസ്റ്റിയായ നല്ല ചക്കട നമുക്ക് റെഡി ആയിട്ട് കിട്ടും. ഇത് ഷ്യൂറാണ്, കാരണം ഇത് നല്ല രസമായിരുന്നു. ഇത് കണ്ടില്ലേ, നല്ല ടേസ്റ്റി യമ്മി ചക്കടയാണ്. അതിൻ്റെ ഇടയ്ക്കത്തെ ഫില്ലിങ്ങും കൂടി ഒരു സ്പൂൺ ഇട്ടുകൊണ്ട് ഒത്തിരിയും ടേസ്റ്റി ആയിരുന്നു. അത് കഴിക്കുമ്പോൾ അതൊരു ചോക്ലേറ്റ് ഫില്ലിംഗ് പോലെയായിരുന്നു. പിള്ളേർക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടും.
സോ ഐ സജസ്റ്റ് നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. വാഴ എല്ലെങ്കിലും നമുക്കിത് ഉണ്ടാക്കി റെഡിയാക്കാം. അതും നമ്മൾ ഗോതമ്പ് പൊടി കൊണ്ട് ഉണ്ടാക്കിയേ. സോ ഇറ്റ്സ് വെരി ഹെൽത്തി. മൈദയല്ല, അരിപ്പൊടിയും അല്ല. ഡയബറ്റിക് പേഷ്യൻ്റ് ആണെങ്കിലും സുഖമായിട്ട് കഴിക്കാം. വേറെ ഏതെങ്കിലും ആരാണെങ്കിലും കാർബോഹൈഡ്രേറ്റ് അവോയ്ഡ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും നല്ലതാണ്. ഗോതമ്പ് പൊടി കൊണ്ട് ഉണ്ടാക്കുന്നതാണ് നമുക്ക് ബെസ്റ്റ്. സോ ഐ ഹോപ്പ് നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കും. അത് കഴിഞ്ഞിട്ട് പ്ലീസ് കമൻറ്റ്സ് ചെയ്യണം. നല്ലതാണെങ്കിലും പൊട്ടയാണെങ്കിലും കമൻറ്റ്സ് ചെയ്യണം. താങ്ക്സ് എ ലോട്ട്. ബൈ ബൈ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ.